ഇത് സംഭവം അറിയില്ല എന്തേ ഇതുവരെ അറിഞ്ഞിട്ടില്ലേ? എല്ലാ നാട്ടുകാരും മൊത്തം അറിഞ്ഞില്ല. നിങ്ങൾ ഇവിടെ കുത്തിരിക്കുന്നത് കാര്യം എന്താ പറയുമ്പോ എന്താ ഈ തന്തയില്ലാത്തവൻ എന്താ ചോദിച്ചാൽ വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ്സ് ഒരു ഊരിലങ്ങ് ഊരി. അപ്പൊ തന്നെ ഞാൻ ഫോൺ മറച്ചു പിടിച്ചു. കാരണം ഞാൻ കുറെ ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നുള്ളത്. ഞാൻ വേഗം ഫോൺ താഴ്ത്തി പിടിച്ചു. അയ്യോ എന്നിട്ട് എന്ത് പറ്റി? ഫോൺ ഇങ്ങനെ മറച്ചു പിടിച്ചു. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല ഉള്ളത്. ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ മറച്ചു പിടിച്ചേനെ. എനിക്ക് ഈ സിലിക്കോൺ കുത്തി പിടിച്ചത് കാണേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. നാട്ടുകാരെ വിളിച്ചു കൂട്ടിട്ട് മോൻ എന്ത് കിട്ടും? എനിക്കൊന്നും കിട്ടില്ല, പിള്ളേച്ചന് കിട്ടും. എല്ലാരും ഒന്ന് അറിയട്ടെ എന്ന്. നീ എന്റെ മാനം കളയരുത്. അത് ഞാൻ കാണിച്ചു കൊടുത്തു. അത് ആൺകുട്ടിയല്ല കേട്ടോ, ഒരു പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു. ഒരു മില്ലിന് അടിച്ച പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു കൊടുത്തു. ഞങ്ങൾ വഴക്കാം തന്നെ മൂച്ചേട്ടെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. ഞാൻ കാണിച്ചു കൊടുത്തു. എന്നിട്ടൊരു വിശ്വാസമില്ലാണ്ട് പോയിട്ട് വീട് ചെയ്ത് ഞാൻ എന്താ പറയാന്ന് ഞാൻ ആലോചിക്കുന്നത്. വൃത്തികെട്ടവൻ. ഇതിലും ഭേദം ആത്മഹത്യ ചെയ്യുന്നതായിരുന്നു. നീ ആരോ ഒഴിവാക്കി വിടാൻ? നായിന്റെ ആ കാണിച്ചു എന്ന് പറയുന്ന ആ 1 മില്യൺ അത് എന്നെയാണ് ഉദ്ദേശിച്ചത്. ഈ നായി പരമാറി പരപ്പു പ്രമാണെന്നല്ല വിളിക്കേണ്ടത്. ഇവൻ എന്നെ വീഡിയോ കോൾ ചെയ്തു. എന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, വീഡിയോ ഉണ്ടാക്കും മോളെ. ഈ പരപ്പോട് ഞാൻ പറഞ്ഞതാണ്. എങ്ങനെ ഒന്ന് തലയൂരും എന്റെ കൃഷ്ണ. കണ്ടകശനി കൊണ്ടേ പോകുന്നൊരു ചൊല്ലുണ്ട്. ഇത് നിന്നെയും കൊണ്ടേ പോകും. എന്തേ ഞാൻ പുറത്താണുള്ളത്. വീഡിയോ കോൾ എന്തായാലും ഓൺ ചെയ്യാൻ പറ്റില്ല. ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. ഈ തന്തയില്ലാത്തവൻ എന്താ ചോദിച്ചാൽ വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ്സ് ഒരു ഊരിലങ്ങ് ഊരി. വൃത്തികേട് ആണല്ലോ. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ എന്റെ വീട്ടിൽ ഒറ്റ ഒരു റൂമിൽ ഇരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി പാടില്ല. വൃത്തികെട്ട ദുഷ്ടജീവി. കേട്ടിട്ടേ എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. കേസ് കൊടുക്കണം പിള്ളേച്ച. പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? ആകെ നിനക്ക് പറഞ്ഞിട്ടുള്ള പണി എന്താണെന്നറിയോ? മറ്റേ ഫഹദുക്കെല്ലാം പറയുന്ന പോലെ വെളിച്ചെണ്ണയും കൊണ്ട് നടക്ക്. നിനക്ക് അതേ പറ്റൂ, വേറെ ഒന്നും നിന്നെ കൊണ്ട് പറ്റില്ല. നിനക്ക് നട്ടലുണ്ടാ നിനക്ക്? ഒരു മൈക്കൂടെ വാങ്ങിച്ചു തരാം, നാട് മുഴുവൻ വിളിച്ചു പോകും. ഇനി ഇതുപോലെയുള്ള നാടകങ്ങൾ വല്ലതും കൊണ്ട് ഈ ജാസി വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സാധനം ഞാൻ പുറത്തു വിടും. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. ഉപമിക്കുമ്പോ മര്യാദക്ക് ശ്രദ്ധിക്കുക. സ്ത്രീകളെ വെച്ചിട്ടുള്ള ഉപമയൊന്നും നീ നടത്തണ്ട. നിനക്ക് അതിനുള്ള യോഗ്യതയില്ല. അങ്ങനെ വരട്ടെ. എനിക്ക് ഇപ്പൊ എന്നോട് കുറച്ച് മതിപ്പൊക്കെ തോന്നുന്നുണ്ട്. അപ്പൊ എങ്ങനെയാ, ഇവിടെയൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ?